ഞാൻ എഴുതും. അപ്പം ഞാൻ കുറെ കാലം മുന്നേ ചെറിയ ചെറിയ വർക്സിന്റെ കൂടെ അസിസ്റ്റന്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. വർഷങ്ങളായിട്ട് നമ്മള് അഭിനയിക്കണമെന്ന് ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. പണ്ട് അഭിനയിച്ച പണ്ട് എവിടെ പോയിട്ടില്ലേ? സുരേഷ് ഗോപിയുടെ കുട്ടിക്കാലം ചെയ്ത ആളാ. അച്ഛന്റെ ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു. ഇപ്പൊ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എന്നെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന അച്ഛനായിരുന്നു. നമ്മൾ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നിടത്ത് എത്തും. അത് സത്യമുള്ള കാര്യമാണ്. അതൊരു അനുഗ്രഹമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഫസ്റ്റ് ടൈം ആയിരിക്കാം നമ്മുടെ ടിക്കറ്റ് എടുക്കുന്ന എമൗണ്ട് 100% റീഫണ്ട് ആയിട്ട് കിട്ടും. വണ്ടടിച്ച് നിന്നോ നമ്മളിപ്പോ പറയത്തില്ലേ മഞ്ജുവാരുടെ ഒക്കെ അഭിനയം കണ്ടോ നമ്മളെ ഇൻഫാൻ എന്റർടൈൻമെന്റ് എപ്പിസോഡിൽ കുറേ അധികം സിനിമാ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. സോ വി ഹാവ് വിത്ത് us പഴുത സിനിമയിലെ ആക്ടേഴ്സ് രജൻ കൃഷ്ണ, അനില. വെൽക്കം. 23-ാം തീയതി നിങ്ങളുടെ പടം റിലീസാണ്. എന്ത് തോന്നുന്നു? അതിന്റെ എക്സൈറ്റ്മെന്റിൽ ഇരിക്കുകയാണ് ഞങ്ങൾ. ആദ്യത്തെ ഫിലിമാണ്. അപ്പൊ അതിന്റെ റിലീസ് തീർച്ചയായിട്ടും അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് കാണാമല്ലോ. ഹാപ്പി, ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി. പിന്നെ ഭയങ്കര ഈ പ്രതീക്ഷകൾ ഒത്തിരി ഉണ്ട്. കാര്യം ഒന്ന്, ഈ പറഞ്ഞ ഫസ്റ്റ് ഫിലിമാണ്, ഇത് എല്ലാവരും പുതുമുഖങ്ങളാണ്. അപ്പൊ അതിന്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, എങ്ങനെ ഇത് പ്രേക്ഷകർ സ്വീകരിക്കും എന്നുള്ളതുണ്ട്. പിന്നെ നല്ല സ്റ്റോറിയാണ്. നല്ല സ്റ്റോറി ആയതുകൊണ്ട് തന്നെ നമുക്കൊരു എക്സ്പെക്ടേഷൻസ് ഉണ്ട്, കുറെ ഉണ്ട്. കാര്യം ഇവിടെ എല്ലാവർക്കും ഉണ്ട്, നമ്മളെല്ലാവരും അതേപോലെ തന്നെ ഇരിക്കുന്നത്. എങ്ങനെയായി തീരും എന്നൊരു ക്യൂരിയോസിറ്റി, എക്സ്പെക്ടേഷൻസും. ടെൻഷനില്ല, പക്ഷെ ടെൻഷനില്ല. ഓക്കെ, അപ്പൊ ഈ സിനിമയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? കഥ ഒന്ന് പറയുമ്പോ ഇത് ചെയ്യണം എന്ന് തോന്നാൻ ഉണ്ടായ ഒരു മൊമെന്റ് എന്താണ് രണ്ടുപേർക്ക്? സിനിമ ഒരാഗ്രഹം തന്നെയാണ്, അത് വർഷങ്ങളായിട്ട്. അപ്പൊ ഇതൊരു ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നെ ഇതിനകത്ത് ഇൻവൈറ്റ് ചെയ്തത്. അങ്ങനെ ഇതിലെത്തിപ്പെട്ടു, കേന്ദ്ര കഥാപാത്രമായി മാറി. പിന്നെ സംവിധായകൻ എപ്പോഴും ഒരു കഥാപാത്രത്തെ കാണുന്ന ഒരു രീതിയുണ്ട്. ഇപ്പം അതൊരു പ്രേക്ഷകൻ കാണുന്ന കണക്കായിരിക്കത്തില്ല അദ്ദേഹം ആ കഥാപാത്രത്തെ കാണുന്നത്. അപ്പം ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നതും ഈ കഥയും അതേ കണക്കുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള കഥയുമാണ്. എങ്ങനെയായിരുന്നു ആദ്യമായിട്ട് കഥ കേൾക്കുമ്പോ? ഫസ്റ്റ് ഞാൻ ഈ ഫിലിമിലേക്ക് എത്തുന്നത്, ആക്ച്വലി ഇവർ എന്നെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. എന്നെ ഫസ്റ്റ് ഇതിന് ക്യാരക്ടർ വേണം, ഇങ്ങനെ ഒരാൾ വേണം എന്ന് എന്നെ ഒന്ന് കാണുകയും അപ്പൊ ഒരു സ്റ്റോറി പറഞ്ഞു തരികയും ചെയ്തു. സ്റ്റോറി പറഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് തോന്നി. കാര്യം ഒരു ഡിഫറെന്റ് സ്റ്റോറി വെച്ചാൽ ഈ സ്റ്റോറി വന്നിരിക്കുന്നത് ഇതിനൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ഫസ്റ്റ് സ്കെഡ്യൂളിൽ ഷൂട്ട് ചെയ്തത് പിന്നെ മാറിയാണ് ഫൈനലിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്കെഡ്യൂളിൽ പറഞ്ഞൊരു സ്റ്റോറി എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയി. അപ്പൊ അതിൽ നിന്ന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടാണ് ഇപ്പൊ ഫൈനലാക്കിയിരിക്കുന്നത്. അപ്പം ഈ സ്റ്റോറി എൻ്റെ അടുത്ത് പറഞ്ഞ സമയത്ത് ഞാൻ കേട്ടിട്ടുള്ള നോർമൽ ഇപ്പൊ ത്രില്ലർ ആണെങ്കിലും അല്ലെങ്കിൽ ഞാൻ വായിച്ചിട്ടുള്ള ബുക്സിലുള്ള ഇന്ന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ഇതിന്. അപ്പൊ ആ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു തീം കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഫസ്റ്റ്. പിന്നെ ഇവരെന്നെ ഫൈൻഡ് ചെയ്താൽ ഇവരെന്നെ വന്ന് കണ്ടു. അവര് അത് കഴിഞ്ഞ ഒരു വർക്ക്ഷോപ്പ് വെച്ച് എന്നെ വിളിച്ചു. അപ്പൊ വർക്ക്ഷോപ്പിൽ ഞാൻ ചെന്നു. വർക്ക്ഷോപ്പിൽ ചെന്ന് അവിടുത്തെ കുറച്ച് ഇതിനകത്തുള്ള കുറച്ച് സീൻസ് ചെയ്ത് കാണിച്ചു. അപ്പൊ അവർക്ക് ഓക്കെ ആന്ന് പറഞ്ഞു. നെക്സ്റ്റ് എന്നാണ് ഡേറ്റ് എന്ന് പറഞ്ഞു, ഫിലിമിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഡേറ്റ് എന്നാന്ന് പറയാന്ന് പറഞ്ഞു. അന്ന് തന്നെ വിളിച്ചു. പിന്നെ എങ്ങനെയാണ് ഇതിലേക്ക് എൻ്റർ ആവുന്നത്? ഫസ്റ്റ് ഫിലിം ആയതുകൊണ്ട് തന്നെ അതിന്റെ ഞാനൊരു മുന്നേ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ഫിലിംസിന്റെ ഇത് ഇല്ല, ഷോർട്ട് ഫിലിംസ് ആണ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫിലിം ആയതുകൊണ്ട് ഫിലിം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു സിനിമ എന്ന് പറഞ്ഞത് എങ്ങനെയാണ്, ഇതിനകത്തൊക്കെ എൻ്റർ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡിഫറൻസസ് ഉണ്ടാവും എന്നുള്ളത് ഇത് വന്നപ്പോഴാണ് മനസ്സിലായത്. രണ്ടുപേരും പാഷനായിട്ട് കൊണ്ടു നടന്ന ഒന്നാണോ ടു ബി ആൻ ആക്ടർ? അതെ അതെ, വർഷങ്ങളായിട്ട് നമ്മള് അഭിനയിക്കണമെന്ന് ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. പണ്ട് അഭിനയിച്ച പണ്ട് എവിടെ പോയിട്ടില്ലേ? അതെ അതെ, സുരേഷ് ഗോപിയുടെ കുട്ടിക്കാലം ചെയ്ത ആളാ. അല്ലല്ല, കുട്ടിക്കാലം ചെയ്യാനായിട്ട് പോയി. സുരേഷ് ഗോപിയുടെ ഒരു പടത്തില് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം ചെയ്യാനായിട്ടാണ് ഒരാൾ കൊണ്ടുപോയത്. പക്ഷെ അത് കർമ്മ എന്ന് പറഞ്ഞ ഒരു ഫിലിമായിരുന്നു 95-ല് ജോമോൻ സംവിധാനം ചെയ്ത പഴയ പടം. പക്ഷെ ആക്ടിങ് ഒക്കെ കണ്ടിട്ട് തിരിച്ചു വരേണ്ടി വന്നു. അപ്പൊ വന്നപ്പോഴത്തേക്ക് എല്ലാരും ചോദിച്ചു എല്ലാം കഴിഞ്ഞു. എല്ലാം കഴിച്ചു. പക്ഷെ പടം ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ എവിടാന്ന് പറയണമല്ലോ. അതിലൊരു കൊച്ചിന്റെ കാല് കാണിക്കുന്നുണ്ട്. ആ കാല് എന്റെ എന്ന് പറഞ്ഞു. ആ സമയത്ത് നല്ല വിഷമമുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും വിഷമം ഉണ്ടായിരിക്കുമല്ലോ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അത് പോയി. എത്ര വയസ്സുണ്ടായിരുന്നു? എത്ര വയസ്സുണ്ടെന്നൊന്നും അറിയാൻ വയ്യ. അതെ, അതീന്ന് ഫസ്റ്റ് ഫിലിമിന് എത്തിച്ചേരുക എന്ന് പറയുന്നത് ഒരുവിധമുള്ള എല്ലാ ആൾക്കാരുടെ സ്വപ്നമാണ്. പലർക്കും ആ സ്വപ്നം ഉണ്ടെങ്കിലും ഈ അടുത്തിടയ്ക്ക് എന്റെ ഒരു ഫ്രണ്ട് എന്നെ കണ്ടപ്പോ ചോദിച്ചു, ഇപ്പോഴും നിനക്ക് ആ ഇൻട്രസ്റ്റ് ഉണ്ടോന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഇൻട്രസ്റ്റ് ഉണ്ട്, ഇപ്പൊ ഒരു പടത്തിൽ അഭിനയിച്ച് കഴിഞ്ഞു.
അതൊരു ഭയങ്കര അച്ചീവ്മെന്റ് അല്ലേ, കാരണം എത്രയോ ആളുകൾ ഇതൊന്നും പറഞ്ഞ് നടന്നിട്ട് ഒരു കുറെ എനിക്കറിയാം 35, 40, 50 ഇയേഴ്സ് ഒക്കെ വരെ ഇത് നോക്കിയിട്ട് ഇത് വയ്യ എന്ന് പറഞ്ഞ് അങ്ങനെ കളയുന്ന ആൾക്കാരുണ്ട്. അതിലൊരു ഫിലിമില് ഫീച്ചർ ആവുക എന്നുള്ളത് ഇറ്റ്സ് എ ഗ്രേറ്റ്. ഉറപ്പായിട്ടും എന്റെ കേസിൽ വെച്ചാല് ഇപ്പം എനിക്ക് ഞാൻ എഴുതും. അപ്പം ഞാൻ കുറെ കാലം മുന്നേ ചെറിയ ചെറിയ വർക്സിന്റെ കൂടെ അസിസ്റ്റന്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ എന്റെ അച്ഛൻ നന്നായിട്ട് അഭിനയിക്കുന്ന ഒരാളായിരുന്നു. അച്ഛൻ കേരള യൂണിവേഴ്സിറ്റിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ കേരള യൂണിവേഴ്സിറ്റിയിൽ ഈ പറഞ്ഞ നാടകമായിരുന്നു അന്ന്. അപ്പൊ നമ്മുടെ മുരളി സാർ, മരിച്ചുപോയ മുരളി സാറൊക്കെ അച്ഛന്റെ കൊളീഗായിരുന്നു. അപ്പൊ ഇവർ ഒരുമിച്ച് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ 2 വർഷമാവുന്നു. അച്ഛന്റെ ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു. ഇപ്പൊ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എന്നെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന അച്ഛനായിരുന്നു. കാര്യം ഈ ഒരു ഫീൽഡ് അച്ഛന് ഭയങ്കര ഇഷ്ടം. ഒരു അച്ഛന് ഷോർട്ട് ഫിലിം ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് റിലീസ് ആയില്ല. പിന്നെ അച്ഛന് വയ്യാണ്ടായി, പിന്നെ അതിന്റെ പുറകെ പോയില്ലേ. ഈ പറഞ്ഞ സംഭവം ശരി തന്നെയാണ്, എല്ലാവരുടെയും ഒരു ഡ്രീമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഉറപ്പായിട്ടും. ഗോഡ്സ് ബ്ലെസ്സിങ്സും കൂടെ ഉണ്ടെന്ന് പറയാല്ലേ. അതേപോലെയാണ് എന്റെ അമ്മയാണ് ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. നീ പോണമെന്ന് പറഞ്ഞ് തെള്ളി വിടുന്നത് അമ്മയാണ്. അപ്പൊ ഇതിൽ വന്നപ്പോഴും അമ്മയ്ക്കാണ് ഏറ്റവും സന്തോഷം. അപ്പൊ ഈ തീം എനിക്ക് കണ്ടിട്ടൊരു പോലീസ് സ്റ്റേഷനിലൊക്കെ നിൽക്കുന്നു, ഇൻവെസ്റ്റിഗേഷൻ പടമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്, പക്ഷെ ഇപ്പം അതിന്റെ കഥാപാത്രം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കോമഡി ഉണ്ട്, കോമഡി അത്യാവശ്യം കോമഡി ഉണ്ട്, ശ്രമിച്ചിട്ടുണ്ട്. കോമഡി ആയിട്ടല്ല തുടങ്ങിയെങ്കിലും എല്ലാം ഒത്തുചേർന്നിട്ടുണ്ട് ഫിലിമില്. അപ്പൊ നിങ്ങൾ അഭിനയിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ ഒരു റാപ്പ് എങ്ങനെയായിരുന്നു? അതുപോലെ തമാശ നിറഞ്ഞ പരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? സീരിയസ് എന്താ റോൾസും ആ ചില സീൻസ് ഒക്കെ ചെയ്യുമ്പോൾ കോമഡി ആയി പോയിട്ടുണ്ടോ? ഒരുപാട് റീടേക്ക്? തീർച്ചയായിട്ടും. അതിപ്പം നിള തന്നെ അഭിനയിക്കുമ്പോഴത്തേക്ക് ചില സമയങ്ങളിൽ നമ്മൾ അല്ല വണ്ടടിച്ച് നിന്ന് പോകും. നമ്മളിപ്പോ പറയത്തില്ലേ മഞ്ജുവാരുടെ ഒക്കെ അഭിനയം കണ്ടോ നമ്മളിങ്ങനെ. അതെ അതെ. അപ്പൊ അങ്ങനെ ഒരുപാട് സീരിയസ് ആയിട്ട് പറഞ്ഞ കേട്ടോ. തീർച്ചയായിട്ടും സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. മുഖത്ത് സീരിയസ്നെസ് ഉള്ളൂ, സംസാരത്തിലെ സീരിയസ്നെസ് എനിക്ക് മനസ്സിലാവുന്നില്ല. പറഞ്ഞോ. അപ്പൊ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തിരിച്ച് ഞാൻ മമ്മൂട്ടി എന്ന് പറയുന്നു വിചാരിച്ചാണ് പറഞ്ഞെങ്കിൽ ഞാൻ പറയില്ല. അതാണ് കുഴപ്പം, പറയത്തില്ല. നിള ഒരിക്കലും അത് പറയത്തില്ല. എക്സ്പെക്ടേഷൻ അങ്ങോട്ടൊന്ന് ഇട്ടുകൊടുത്തു കിട്ടാൻ പറഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നില്ല? പുള്ളി നല്ലതായിട്ട് ചെയ്തു. കാര്യം ഫസ്റ്റ് വർക്ക് ചെയ്യുന്ന ഒരാള് പോലും. അതും ഏറ്റവും രസം എന്താ വെച്ചാല്, നമ്മളിപ്പം ഒരു സീന് കൊടുത്തിട്ട് അഭിനയിക്കാൻ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും പുള്ളി അഭിനയിക്കുവാണല്ലേ. ഇത് അങ്ങനെയൊന്നും അല്ല. നമ്മൾ ഇത് സാധാരണ സംസാരിക്കും പോലെ അങ്ങ് ചെയ്യും. ഇപ്പൊ ഒരു സീനിൽ നമ്മൾ എന്റെ അടുത്ത് ഒരു കാര്യം സംസാരിക്കുവാണ്. അപ്പൊ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ അടുത്തൊരു കാര്യം ചോദിക്കുവാണ്. അപ്പൊ ഞാൻ അതിന് ആൻസർ പറയും. എന്റെ അടുത്ത് സാധാരണ പുറത്തിറങ്ങുമ്പോൾ എങ്ങനെ ചോദിക്കുന്നു അതുപോലെ തന്നെ ഇതിലും ചോദിക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഈസി എന്ന് മാത്രമല്ല, പുള്ളി അഭിനയിക്കുവാണെന്ന് തോന്നിക്കാറില്ല. ഇതൊരു ആക്ടിങ് ആണെന്നൊരു ഫീൽ തരാറില്ല. ഇല്ല, സത്യമായിട്ടും നമുക്ക് തോന്നാറില്ല ഇത് അഭിനയിക്കുവാന്ന്. പുള്ളി ജീവിക്കുന്ന പോലെ നമ്മുടെ അടുത്ത് സംസാരിക്കും. അതുപോലെ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നു കഴിയുമ്പോൾ പുള്ളി എങ്ങനെയാണോ അതുപോലെ നിൽക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതാണോ യഥാർത്ഥ മനുഷ്യൻ, അതാണോ, കൺഫ്യൂഷൻ ആക്കും നമ്മള്. പക്ഷെ അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു കേട്ടോ. ക്യാരക്ടർ ഹാൻഡിൽ ചെയ്യുന്ന കാര്യം, ഈ ക്യാരക്ടർ പോകുമ്പോ നമുക്ക് ഇത് മാറും പറയാൻ പറ്റില്ല. കുറെ കാര്യങ്ങളുള്ളതുകൊണ്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഓരോരോ സ്റ്റേജ് കഴിയുമ്പോഴും പുള്ളിയുടെ ആ മോഡ് ഓഫ് ആക്ടിങ് ഭയങ്കര ഡിഫറെന്റ് ആണ്. അത് മാറി വരും. കുറെ കഴിയുമ്പോൾ കഥാപാത്രത്തിനോട് കൂടുതൽ ഇഴുകി ചേരാനുള്ള ഒരു സ്പേസ് കിട്ടുമല്ലോ. പിന്നെ കുറെ നമ്മൾ ഒരു 3 ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. ഒരു ഫസ്റ്റ് ഷെഡ്യൂൾ കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇവരൊക്കെ ആയിട്ട് നല്ലൊരു അത് ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലേ? റാപ്പ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പിന്നെ പ്രശ്നമല്ല. ഏതെങ്കിലും ചെറിയ ഡയലോഗ്സ് ഒക്കെ കുറെ ടേക്ക് പോയിട്ടൊക്കെ ഉണ്ടോ? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് എന്താ ചെയ്ത് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? എന്റെ കേസില് കുറവാണ്. എനിക്ക് ടേക്ക് പോകുന്നതല്ല. ഏറ്റവും അവസാനം നമ്മളെ ഡയറക്ടർ ഒരു വലിയൊരു സ്ക്രിപ്റ്റ് എഴുതി തന്ന്, അതായത് ബ്രീഫ് ചെയ്യുന്ന കണക്കൊക്കെ കുറച്ച് കാര്യങ്ങൾ, അത് ഇച്ചിരി കട്ടടിച്ച് അത് ഇച്ചിരി കഷ്ടപ്പെട്ടു. അത് ഷൂട്ട് തുടങ്ങി കഴിഞ്ഞിട്ടാണ്. അതെന്താ വെച്ചാല് ഇതിപ്പം ഇപ്പൊ സ്ക്രിപ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലും സാർ ഇപ്പൊ എന്താ വെച്ചാൽ അതിനിടയിൽ ചെറിയ ഇംപ്രവൈസേഷൻസ് മാറ്റി ചെയ്തു തരും. അവർക്കൊരു ഇത് വരും. മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ, ഈ സ്ക്രിപ്റ്റ് തുടക്കത്തിലുള്ളതുപോലെ അല്ല. രണ്ടാമത്തെ ഷെഡ്യൂൾ തുടക്കത്തിൽ വന്നപ്പോ ഒരു സ്ഥലത്ത് നിന്നു, അതിനുശേഷം സെക്കൻഡ് ഷെഡ്യൂൾ വിളിച്ചപ്പോൾ അതിന് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് അത് നല്ല രീതിയിൽ ഒന്ന് വൈൻഡപ്പ് ചെയ്തു. അപ്പൊ ആ സമയത്ത് ഇതിനകത്ത് ആഡ് ചെയ്ത കുറെ കാര്യങ്ങൾ കുറച്ചുകൂടി ഒന്ന് ഇംപ്രവൈസേഷൻ നടത്തി നമ്മൾ പ്രസന്റ് ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു സംഭവം എഴുതി കൊടുത്തു, ഒരു വലിയ പാരഗ്രാഫ്. എങ്ങനെയെങ്കിലും അത് തീർത്തൊന്ന് ഒന്നുകൂടെ നമുക്ക് നോക്കാം, കുറച്ചുകൂടെ തരാറുണ്ടെന്ന് പറയും. കിട്ടിയോ? ഇല്ല, അങ്ങനെ പ്രിപ്പറേഷൻ ഒന്നുമില്ല. പറയുമ്പോ അത് ചെയ്യണം. കാണാതെ കുറച്ച് കറക്റ്റ് ഡയലോഗ് പറയും. സത്യമായിട്ട് പറയും. കാര്യം ഞാൻ വലിയ പാരഗ്രാഫ് ഒക്കെ
കറക്റ്റ് ആയിട്ട് പറയും. ഇതെങ്ങനെ ബാക്കിൽ പ്രോംപ്റ്റിംഗ് വന്നാലും പുള്ളി പറയുന്ന കറക്റ്റ് പുള്ളിക്ക് അറിയാമല്ലോ, അത് ക്ലിയർ ആയിട്ട് പറയും. ഞാൻ കണക്ക് പഠിക്കാറേ ഇല്ലാത്ത ഒരാളാണ്. ഞാൻ അവിടെ വന്നിട്ട് അതെന്താണോ വേണ്ടത് അത് ചോദിച്ച് മനസ്സിലാക്കി വ്യക്തമായിട്ട് സാർ ഇത് ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്ന് ക്ലിയർ ആയിട്ട് ചോദിച്ച് ആ സമയത്താണ് ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. ഇത് കറക്റ്റ് പഠിച്ചിട്ട് വരും. അതല്ല, പ്രോംപ്റ്റിങ് എനിക്ക് ഡയറക്ടർ തന്നെ പ്രോംപ്റ്റ് ചെയ്ത് തന്നെ ഒരു ദിവസം എന്തോ ഒരു പേഴ്സണൽ ആവശ്യത്തിന് ഒന്ന് മാറിപ്പോയപ്പോ അന്ന് ഞാൻ വെള്ളം കുടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ എങ്ങോട്ടും പോരുത്, എന്റെ കൂടെ തന്നെ നിക്കണം. അത് കറക്റ്റ് ആയിട്ട് പ്രോംപ്റ്റിംഗ് ഉണ്ട്. നിങ്ങളിപ്പോ കാണാതെ പഠിച്ചിട്ട് അങ്ങനെ പറയുവാണോ, അതോ നിങ്ങളുടെ ഇംപ്രൂവൈസേഷൻസും സീൻ എന്താണ് റെക്കമെൻഡ് ചെയ്യുന്നത് അതനുസരിച്ചൊക്കെ മാറ്റോ? അല്ല, ഞാൻ പറയില്ലേ, ഞാൻ എല്ലാത്തിനും ഡൗട്ട് ചോദിക്കും. അതായത് എനിക്കിപ്പോ ഒരു അതാണ് നമ്മളെ ഏറ്റവും വലിയൊരു ഇതിനകത്ത് ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും സംശയം ചോദിക്കും. അപ്പൊ നമ്മൾ കൂടെ നിൽക്കുന്ന നമ്മൾ വിചാരിക്കും ഇതിന് വേറെ ഒരു ജോലിയില്ലേ. അങ്ങനെയല്ല, ഇത് എന്റെ ക്യാരക്ടർ കുറെ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യുന്നു. ഒരേ സമയം തന്നെ പല പല ഇമോഷൻസിലൂടെ പോകുന്നുണ്ട്. അപ്പം ചില സമയത്ത് നമുക്കത് ഡൗട്ട് ആവും. കാര്യം ഈ ടൈമിൽ നമ്മൾ സന്തോഷിക്കുവാണോ വിഷമിക്കുവാണോ വേണ്ടത്, ഈ രണ്ട് കാര്യങ്ങൾ ഒരുപോലെ വരും. അതുപോലെ യെസ് ഓ നോ വരുന്ന ക്വസ്റ്റ്യൻസ് വരും. യെസും പറയാൻ പാടില്ല, നോയും പറയാം. സാർ അത് കൃത്യമായിട്ട് പറയാം, അത് രണ്ടും പറയരുത്, അതുപോലെ കാണിക്കണം. എന്നാൽ നമ്മൾ കൺഫ്യൂഷൻ ഉള്ളതായിട്ട് കാണിക്കണം, ആൻസറും പറയണം. അപ്പൊ ഇതെല്ലാം കൂടി വരുമ്പോൾ നമുക്ക് ഡൗട്ട് കൂടുതലായിരിക്കും. ഒന്ന് ഫസ്റ്റ് വർക്ക്, രണ്ട് ഇതിനകത്ത് എന്താ കാണിക്കണേ, എന്റെ ഫേസിൽ വരുന്ന എനിക്ക് കാണത്തില്ല, അവരുടെ മനസ്സിൽ എന്താണ് അത് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയേ ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം വന്നപ്പോ അത് സക്സസ് ആയി ചോദിച്ചു ചെയ്തപ്പോ. അപ്പൊ പിന്നെ എന്നാ പിന്നെ കുഴപ്പമില്ല, എല്ലാം ചോദിച്ചു ചെയ്യാം. പിന്നെ എല്ലാം ചോദിച്ചാ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കേൾക്കുന്ന സമയത്ത് ഇവരൊക്കെ കണ്ടുകൊണ്ടിരിക്കും, ഇത് എന്താ ഞാൻ ഈ ചോദിക്കുന്നതെന്ന് ക്ലിയർ ആയിട്ട് ഇവർക്കും മനസ്സിലായി. നമ്മൾ ഇത് കിട്ടിയപ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഇത് തീർക്കുക എന്നുള്ളതാണല്ലോ നമ്മൾ നോക്കുന്നത്. അതിന്റെ ഇടയ്ക്കാണ് ഈ സംശയങ്ങളുമായിട്ട് വരുന്നത്. പെർഫെക്ഷന്റെ ഞാനിത് എങ്ങനെ പെർഫെക്റ്റ് ആക്കാൻ നോക്കിക്കൊണ്ടിരിക്കും. അല്ല, ഇവരൊക്കെ പഠിച്ചു വെച്ചു ക്ലിയർ ആയിട്ട്. അല്ലല്ല, നമ്മളൊന്നും പഠിച്ചു വെച്ചിട്ടില്ല. ഞാൻ കണ്ടു ഇല്ല, നമ്മൾ പഠിച്ചു വെച്ചിട്ടല്ല ക്ലിയർ ആയിട്ട് പഠിച്ച് ആ സ്ക്രിപ്റ്റ് സംസാരിക്കുമ്പോൾ നല്ല ക്ലാസ്സിൽ നല്ല ഫസ്റ്റ് വാങ്ങുന്ന കുട്ടിയുണ്ടല്ലോ, പറയില്ല ഞങ്ങള് പഠിച്ചില്ല. പരീക്ഷയുടെ തലേദിവസം വന്നിരുന്നിട്ട് നമ്മൾ എല്ലാം പഠിച്ചു, ഇല്ല ഇനിയും പഠിക്കാനുണ്ട്. അല്ലല്ല, ഞാൻ ഒരുപാട് വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൺഫ്യൂഷൻ ആവും. ഒരു പ്രാവശ്യം ഞാൻ നോക്കിയിട്ട് ഞാൻ പറയും, സാറേ ഒന്ന് പറഞ്ഞു തരണേ, അപ്പോഴത്തേക്ക് നമുക്ക് ടെൻഷൻ. ചിലർക്ക് പിന്നെ വായിക്കുമ്പോ തലയിൽ. അത് സത്യം, ഞാൻ കാണാപ്പാടം പഠിക്കാത്ത ആളാണ്. അതുകൊണ്ട് എനിക്ക് സ്ക്രിപ്റ്റ് ആ സമയത്ത് ഞാൻ നോക്കുന്ന സമയത്ത് എന്ത് വേണം അത് ഞാൻ അങ്ങ് പറയും. പിന്നെ പ്രോംപ്റ്റിങ്ങോട് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷെ എന്നാലും നമ്മുടെ മനസ്സിൽ ആ ക്യാരക്ടർ വേണമല്ലോ. അപ്പൊ ഞാൻ തുടക്കം തൊട്ടേ ക്യാരക്ടറിനെ ഉള്ളങ്ങെടുത്തു. അപ്പം എനിക്ക് അറിയതിൽ എന്ത് ഫീല് കൊടുക്കണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് ക്ലിയർ ആയിട്ട് അങ്ങ് പോയി. സെക്കൻഡ് സ്കെഡ്യൂളിൽ വന്നപ്പോ സംഭവം കുറെ കൂടി വ്യത്യാസമായി. അപ്പൊ എനിക്ക് അത് വേറൊരു രീതിയിലായി വന്നത്, എനിക്ക് ചെയ്യേണ്ട സംഭവം ഡൗട്ട്സും ഉണ്ടായിരുന്നു, കുറച്ചുകൂടെ ക്ലിയർ ചെയ്തു. അടിപൊളി. അപ്പൊ ഇതില് രണ്ട് ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ, അക്ബർ ആൻഡ് സ്റ്റാലിൻ. അപ്പൊ രണ്ടുപേരുടെയും ഇൻപുട്സ് വരുമ്പോ എങ്ങനെയാണ് നിങ്ങളത് ടോട്ടലി രണ്ട് ഡിഫറെന്റ് പെർസ്പെക്ടീവ്സ് ഉള്ള ആൾക്കാരായിരിക്കും. ഈ ഫിലിമില് ഇത് പറഞ്ഞില്ലേ ഒരു കൂട്ടായ്മയിൽ വന്നതാണ്. പക്ഷെ ആദ്യത്തെ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞപ്പോൾ തന്നെ പൂർണ്ണമായിട്ടും സ്റ്റാലിൻ സാർ എന്ന് മാത്രമാണ് ഇതിനകത്ത് ഇതിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. ഇതിന്റെ എല്ലാ ഭാഗങ്ങളും ഇതിന്റെ അഴിച്ചുപണി എല്ലാം ചെയ്ത് ഇതിൽ എന്തൊക്കെ ആഡ് ചെയ്യണം അതെല്ലാം ആഡ് ചെയ്ത് പുള്ളിയാണ് ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫിലിം ആക്കി ഔട്ട് എടുത്തു തന്നത്. അപ്പൊ അതുകൊണ്ട് പുള്ളിയാണ് ഇതിന്റെ ഡയറക്ടർ എന്ന് ഞാൻ പറയും. പുള്ളിയുള്ള വക എക്സ്പീരിയൻസ് പറയാം, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഓരോ ഇൻപുട്ട് തരുന്നതും പുള്ളിയുടെ ഒരു വിഷൻ? പുള്ളി ഒരു ഡയറക്ടറും മാത്രമല്ല ഒരു അധ്യാപകൻ കൂടിയാണ്. അപ്പൊ നമ്മൾക്ക് വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് എത്രയൊക്കെ ചെയ്താലും പുള്ളി മാർക്ക് തരില്ല. അപ്പൊ ഞാൻ പിന്നീടാണ് ചോദിച്ചത് ഇത് അധ്യാപകനായതുകൊണ്ടാണ് ആ മാർക്ക് തരാത്തത്. ചില അധ്യാപകർ നല്ല മാർക്ക് ഇത് അങ്ങനെയല്ല, പുള്ളി
ഭയങ്കര സ്വാതന്ത്ര്യം തരും കേട്ടോ. അത് ഞാൻ ഈ സംശയം ചോദിക്കുന്നതുകൊണ്ട് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ ഇൻപുട്സ് സാർ എടുക്കും. അതായത് ഇപ്പൊ ഞാൻ പറയുകയാണ് സാറേ ഈ സെന്റൻസിൽ ഈ വാക്ക് വേണ്ട, ഈ വാക്ക് നമുക്ക് ഭയങ്കര ഇതായിട്ട് തോന്നുന്നില്ലേ, സാധാരണ സംസാരിക്കുമ്പോൾ ചെറിയ വ്യത്യാസം എന്നൊന്നുമില്ല പറഞ്ഞു, കുഴപ്പമില്ല. അതൊരു ഭയങ്കര സ്പേസ് ആണ്, നിങ്ങൾക്ക് കുറച്ചുകൂടെ പെർഫോം ചെയ്യാനുള്ള ഒരു ഈസ് വരില്ലേ? ഭയങ്കര ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട് നമുക്ക്. സ്പേസ് മാത്രമല്ല, അതുപോലെ ഇപ്പം സെക്കൻഡ് സ്കെഡ്യൂളിൽ സാറാണ് ഫുൾ സ്ക്രിപ്റ്റും റീവർക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് എടുത്തത്. അപ്പൊ ഈ സ്ക്രിപ്റ്റ് ചെയ്ത സമയത്ത് എന്റെ ഇൻപുട്സ് കുറച്ച് എടുത്തു. അത് വലിയ സംഭവമാണ്. കാര്യം പൊതുവെ ആൾക്കാർ ഞാൻ കുറച്ച് ഈഗോ കാണും, അക്സെപ്റ്റ് അതില്ല കേട്ടോ, അതില്ല. അതുപോലെ നേരത്തെ ചോദിച്ചാണെങ്കിൽ ഈ 1-2 സീൻസ് എടുത്ത സമയത്ത് റീടേക്ക് എടുത്ത വെച്ചാൽ റീടേക്കേ ഇല്ലായിരുന്നു, ഒറ്റ ടേക്കിൽ എടുത്തു. അപ്പൊ ഈ ഒറ്റ ടേക്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് എടുത്തു പോയപ്പോ ഞാൻ ചിന്ത ഇനി എടുക്കത്തില്ലേ, ആവശ്യമുള്ളത് തന്നെയാണ് എന്നെ ഇനി കട്ട് ചെയ്യാനുള്ള പരിപാടി. സാറേ ഒന്നുമില്ല, എല്ലാം എടുത്തിട്ടുണ്ട്. ഇല്ല, ഞാൻ പ്രിവ്യൂ ഇതിന് ഞാൻ സാറിനോട് പോയിട്ടുണ്ട്. ടെക്നിക്കൽ പ്രിവ്യൂ എടുത്ത സമയത്ത് ഞാൻ പോയി കണ്ടത് എല്ലാം ഉണ്ടായിരുന്നു കറക്റ്റ് സീനില്. പക്ഷെ അത് ഫസ്റ്റ് സീനിൽ സാർ ഓക്കെ പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. കാര്യം നമ്മളൊക്കെ വെച്ചാൽ ഞാൻ വിചാരിച്ചു ഒരു 10 സ്റ്റേക്ക് എടുത്ത് പോയി എന്നാലും തീരത്തില്ലെന്ന് വിചാരിച്ചു. പക്ഷെ ഇല്ല, സാറിന് മനസ്സിലായി ഇനിയിപ്പോ എത്ര എടുത്താലും ഇത് തന്നെ കിട്ടത്തുള്ളൂ, അതായിരിക്കാനാണ് സാധ്യത. അത് നന്നായി എന്നാ സാറ് പറഞ്ഞു. അല്ല, നന്നായി വരുന്ന ഒരാൾക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പം അദ്ദേഹം ഇതിനി എത്ര പ്രാവശ്യം ഞാനില്ല ഏട്ടാ, ഞാനും പറഞ്ഞു. അടിപൊളി. അപ്പൊ ഇതിനു മുമ്പ് ഷോർട്ട് ഫിലിംസ് അങ്ങനെയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ? എന്റെ ഫ്രണ്ടുമായിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു. അത് വലിയ ഇതൊന്നായിട്ട് ഫ്രണ്ടിൽ വന്നില്ല. ആദ്യത്തെ ഒരു ഫിലിം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അഭിനയം ഇതൊക്കെ തന്നെയാണ്. ഇത് തന്നെയാണ് പൂർണ്ണമായിട്ടും. എന്താണ് ഫ്യൂച്ചർ പരിപാടികളെല്ലാം? എന്താണ് പ്ലാൻ? എനിക്ക് നല്ല വർക്ക്സ് കിട്ടിയ ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. വർക്ക് ചെയ്യാനാണ് വന്നത്. രണ്ടുപേരോടാണ് കേട്ടോ, രണ്ടുപേർക്കും പറയാം. അല്ല, എനിക്ക് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളും വർക്ക് ചെയ്യാനാണ് വന്നത്. ശരി, പറഞ്ഞു. ഇല്ല ചുമ്മാ. അപ്പോ നല്ല നല്ല വർക്ക്സും നല്ല ക്യാരക്ടറും കിട്ടിയാൽ ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. മെയിൻലി ഇപ്പം ഫിലിം തന്നെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ബിസിനസ്സാണ്. സ്നോ വൈറ്റ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞൊരു കമ്പനി നടത്തുന്ന ബിസിനസ് പാഷനാണോ സൈഡിൽ കൂടെ കൊണ്ടുപോകണം അങ്ങനെ? തീർച്ചയായിട്ടും ബിസിനസ്സും വളരെയധികം സന്തോഷത്തോടു കൂടി ചെയ്യുകയാണ്. നല്ല ഇൻകം നമുക്ക് ജനറേറ്റ് ആകാൻ പറ്റുന്ന എല്ലാവരും ഒരു ബിസിനസ് ഓണേഴ്സ് ആവണം എന്നുള്ളതാണ്. സൈഡിൽ കൂടെ സ്വന്തമായിട്ട് ഒരു ഓണ്ടർപ്രണർഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കുറെ സ്റ്റാഫുകളുണ്ട്, എല്ലാ ഫാമിലി മെമ്പേഴ്സിന്റെ പോലെയാണ്. ഇങ്ങനെ പോകുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്തായാലും ബൈ പ്രൊഫഷൻ വേറെ കാര്യങ്ങളൊക്കെയാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു സ്ട്രഗിൾ എത്രമാത്രമായിരുന്നു ലൈക്ക് ആദ്യമായിട്ടൊരു സിനിമയിൽ ഫീച്ചർ ആകണം എന്നുള്ളത്? ഇപ്പോൾ ഒരു പാഷനുള്ള ഒരാൾ മറ്റെന്തെങ്കിലും ജോലി ചെയ്താൽ എപ്പോഴും മനസ്സമാധാനക്കേടായിരിക്കും, എനിക്ക് ചെയ്യേണ്ടത് ഇതല്ല എന്നൊരു ഭയങ്കര കോൺസ്റ്റന്റ് സ്ട്രഗിൾ മെന്റലി കാണുമല്ലോ, അത് രണ്ടുപേർക്കും ഉണ്ടായിരുന്നോ? അല്ല, ഇത് ഞാൻ പറയല്ലേ, എന്റെ ബിസിനസ് ആണ്. പക്ഷെ എന്റെ സ്റ്റാഫ് എല്ലാവരും നല്ല കോപ്പറേറ്റീവ് ആണ്. ഞാനില്ലെങ്കിലും അവര് നന്നായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോയിക്കോളും. അതുകൊണ്ട് എനിക്ക് ആ ഒരു ഭാഗത്ത് ടെൻഷനേ ഇല്ലായിരുന്നു. ഞാൻ സ്കൂൾ ടൈമിലെ ഡ്രാമയും അതുപോലെ ബാലെ അതുപോലെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മുടെ ടിക്ടോക്കും ഇൻസ്റ്റാഗ്രാമും വരുമ്പോഴാണല്ലോ ആക്ടേഴ്സിന്റെ എണ്ണം കൂടുന്നത്. അപ്പം അത് തുടങ്ങിയപ്പോ തൊട്ട് ഞാൻ ഇതിലേക്ക് തന്നെ ഉണ്ടായിരുന്നു. കാരണം അതിൽ കഴിവുള്ള ആൾക്കാരെ പിക്ക് ചെയ്യും എന്നുള്ള ഒരു ഉറപ്പായിട്ടും നമുക്ക് അതൊരു എക്സ്പെക്ടേഷൻ ആണ്. കാര്യം നല്ലത് ആരെങ്കിലും നമ്മളെ സെലക്റ്റീവ് ആയിരിക്കാം എന്നുള്ളത്. അപ്പോൾ അത് തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ അതിലുണ്ട്. അതിന് മുന്നേ ഈ പറഞ്ഞ കണക്ക് ഷോർട്ട് ഫിലിംസും ചെറിയ ചെറിയ വർക്ക്സും ഒക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെനിക്കൊരു ഒരു ജേണിയാണ്. ഇങ്ങനെ ചെയ്ത് ലാസ്റ്റ് ഇങ്ങനെ എത്തി എന്നുള്ളൊരു ഭയങ്കര സന്തോഷമുള്ളൊരു ജേണിയാണ്. കാര്യം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നു എന്ന് തോന്നുമ്പോൾ എല്ലാവർക്കും നമ്മൾ വിചാരിക്കും അയ്യോ നമുക്ക് ഇങ്ങനെ ഇത്രയും സമയം എടുത്തല്ലോ എന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നിടത്ത് എത്തും. അത് സത്യമുള്ള കാര്യമാണ്. അതൊരു അനുഗ്രഹമാണ്, പക്ഷെ അതിനൊപ്പം സത്യമുള്ള കാര്യം കൂടിയാണ്. കാര്യം നമ്മൾ ഞാനാണെങ്കിൽ ഡ്രാമ ചെയ്ത സമയത്താണെങ്കിലും അതിനുശേഷം കുഞ്ഞു വർക്ക് ചെയ്തപ്പോഴും പിന്നെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അതുപോലെ ടിക്ടോക്ക് കൊണ്ടുവരുന്ന സമയത്ത് അതിലൊക്കെ ചെയ്തിരുന്ന സമയത്ത് വിചാരിച്ചു നമുക്കും ഒരു ചാൻസ് എപ്പോഴേലും, കാര്യം ഇതിലുണ്ടായിരുന്നവർ പലരും പിന്നെ ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോഴും വിചാരിച്ചു നമുക്ക് എപ്പോഴേലും വരാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയാണ് ഷോർട്ട് ഫിലിം ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴേക്കും ഇതിലേക്ക് എത്താനും പറ്റി. എന്റെ ജേർണി ഈ ഒരു ലെവലിലാണ് വന്നത്. പക്ഷെ സന്തോഷം, ഹാപ്പി. ആ പടം ഒരു വലിയ സക്സസിലേക്ക് തന്നെ വരട്ടെ എന്ന് ആശംസിക്കുന്നു, അങ്ങേറ്റം സ്നേഹത്തോടെ സന്തോഷത്തോടെ. സോ നിങ്ങൾക്ക് പ്രേക്ഷകരോട് പറയാനുള്ള എന്താണ് രണ്ടുപേർക്കും? ജനുവരി 23 റിലീസ് വെച്ചിരിക്കുന്നത്. അപ്പം എല്ലാവരും പ്രേക്ഷകർ എല്ലാവരും വന്ന് പടം കണ്ട് ഞങ്ങളെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും പുതുമുഖങ്ങളാണ്, ടെക്നീഷ്യന്മാരാണെങ്കിലും അണിയറയിലുള്ള എല്ലാവരും പുതിയ ആൾക്കാരാണ്.
പക്ഷെ വരുന്ന പ്രേക്ഷകർക്ക് ഒരിക്കലും നിരാശയായി മടങ്ങേണ്ടി വരത്തില്ല. അവർക്ക് ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെ ആയിരിക്കും ഈ ഫിലിം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അത് ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത് പുതിയ ആൾക്കാരാണ്, എല്ലാവരും പുതിയ ആൾക്കാരാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ട് പറ്റുള്ളൂ. സോ ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഫസ്റ്റ് ടൈം ആയിരിക്കാം നമ്മുടെ ടിക്കറ്റ് എടുക്കുന്ന എമൗണ്ട് 100% റീഫണ്ട് ആയിട്ട് കിട്ടും. ബിഗ് ഡീൽ പേയിലേക്കാണ് നമുക്ക് റീഫണ്ട് ആകുന്നത്. അതായത് നമ്മൾ ടിക്കറ്റ് എടുത്ത ശേഷം നമ്മുടെ ടിക്കറ്റിന്റെ ഒരു ഫോട്ടോയും ഒപ്പം 30 സെക്കൻഡിൽ കുറയാതെ ഒരു സെൽഫി വീഡിയോയും എടുത്തിട്ട് നമുക്ക് അയച്ചു തരുമ്പോഴേക്കും അത് നമ്മൾ ഇതിനു വേണ്ടി പേ ചെയ്ത എമൗണ്ട് ബിഗ് ഡീൽ പേയിലെ വാലറ്റിലേക്ക് റീഫണ്ട് ആയിട്ട് കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം, ബ്രാൻഡഡ് ഐറ്റംസും പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. സോ അപ്പോൾ നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് നഷ്ടം കൂടി ഉണ്ടാവത്തില്ല, കാഴ്ചയിൽ നഷ്ടം ഉണ്ടാവില്ല, ഒപ്പം കാശും നഷ്ടം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരു സംഭവം കൂടി നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. ഫിലിം വിജയിക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുക, തിയേറ്ററിൽ വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.